ഹായ് ഫ്രണ്ട്സ്, ഞാൻ അൽത്തു കാസർഗോഡാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ജാസ്മിൻ ജാഫർ ഈ റമളാൻ മാസത്തിൽ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ? ഇത് എൻ്റെ ചോദ്യമൊന്നുമല്ല. ഇന്നലെ ഇൻസ്റ്റഗ്രാമിൽ ജാസ്മിൻ ഒരു സ്പ്രേയുടേതോ ഒരു പ്രൊമോഷനായിട്ട് ഒരു റീൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴെ വന്ന കമൻറ്റ് നോക്കുക. ജാസ്മിന് മുമ്പൊക്കെ എന്തെങ്കിലും ഒന്ന് അപ്ലോഡ് ചെയ്യുമ്പോൾ ചെറിയ നെഗറ്റീവ് ഉണ്ടായിരുന്നെങ്കിലും കൂടുതലായിട്ടും പോസിറ്റീവാണ്. ജാസ്മിനെ ലൈക്ക്, ജാസ്മിൻ ഗബ്രി ഇഷ്ടം, ഇങ്ങനെയൊക്കെ പറഞ്ഞാണ്. പക്ഷെ ഇന്നലെ ഈ റമളാൻ മാസത്തിൽ ജാസ്മിൻ ജാഫർ ചെയ്യുന്നത് തെറ്റെന്ന് പറഞ്ഞ് എന്തൊക്കെ കമന്റുകൾ. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം കണ്ട കമന്റുകളൊന്നും ഇപ്പം ഇല്ല. ജാസ്മിൻ ചില കമന്റൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും കുറച്ച് കമന്റ് ഞാൻ ഇവിടെ സൈഡിൽ വെച്ച് തരാം. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ കമന്റ് ഇടുന്നത്, ജാസ്മിന്റെ തെറ്റുണ്ടോ, ജാസ്മിന്റെ ശരിയാണോ, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് ഈ കമന്റ് രണ്ട് മൂന്ന് കമന്റ് ഒന്ന് വായിച്ചു നോക്കാം. അതിനുശേഷം നമുക്ക് സംസാരിക്കാം. ഓക്കെ. സ്വാലിഹത്തായ ഇബ്ലീസ്, ഹറാമ് ഹറാമ്. അതിനുശേഷം ഒരു ഗംഭീര കമന്റ് കൂടി വരുന്നുണ്ട്. എനിക്ക് ഇഷ്ടമായിരുന്നു, ഫുൾ സപ്പോർട്ടായിരുന്നു. ഇപ്പോൾ റമളാൻ മാസമല്ലേ, ഒരു മാസം കൂടി അടങ്ങി ഇരുന്നൂടെ. അതിനുശേഷമുള്ള കമന്റ്, നോമ്പല്ലേ മോളെ, കുറച്ച് റെസ്പെക്ട് കൊടുക്ക്. വാപ്പന്റെ പേര് ജാഫർ എന്നല്ലേ, മുസ്ലിം എന്നല്ലേ, അതിനൊരു റെസ്പെക്ട് കൊടുക്ക്. അപ്പോൾ നോക്കുക, ഇത്തരത്തിൽ കമന്റ് ഇടാനുള്ള കാരണം ആദ്യം പറഞ്ഞു തരാം. അതിനുശേഷം ജാസ്മിന്റെ ശരിയും തെറ്റും ഒക്കെ നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഇത്തരത്തിൽ കമന്റ് ഇടാനുള്ള കാരണം, റമളാൻ മാസം എന്ന് പറയുമ്പോൾ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം പുണ്യമാകിയ ഒരു മാസമാണ്. അതായത് ഇന്നലെ ഞാൻ പരിശുദ്ധമായപ്പെട്ട ഉംറക്ക് പോയി, അതുപോലെ തന്നെ മദീന സിയാറത്തിലേക്ക് പോയി. നോക്കുക, ഇത് എൻ്റെ ഫോട്ടോയാണ്, ഞാൻ മദീനയൊക്കെ പോയ ഫോട്ടോ ആണ്. അപ്പോൾ റമളാൻ മാസം എന്ന് പറയുമ്പോൾ മുസ്ലിമീങ്ങൾ ദർഗാ ഷെരീഫിലേക്കും അതുപോലെ തന്നെ 5 വഖത്ത് നിസ്കാരവും എല്ലാം സദക്ക കൊടുക്കലും, സദക്ക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അതായത് ദാനം ചെയ്യൽ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നല്ല നല്ല സൽക്കർമ്മം, അതായത് ഒരു വർഷം ചെയ്ത കുറ്റം ഒരു മാസം കൊണ്ട് തീർക്കാവുന്ന, അതായത് ഒരു മാസം നിന്ന് ആരും എന്തൊക്കെ തെറി വിളിച്ചവനും ഈ ഒരു മാസത്തിൽ നമസ്കരിക്കും. ഇങ്ങനെയൊക്കെ പോകുന്ന ഈ പുണ്യമായ മാസത്തിൽ ജാസ്മിൻ ജാഫർ അവളുടെ, അതായത് ഈ ഗബ്രീനെ നിർത്തിക്കൊണ്ട് പ്രൊമോഷൻ, അതായത് മുടിയൊക്കെ കാണിച്ചുകൊണ്ട് ഒരു ഷോർട്ട് ഡ്രസ് ഇട്ടുകൊണ്ട് ഒരു റീലിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കമന്റ് ഒക്കെ വരും. ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതല്ല, ഞാൻ അതിലേക്കൊക്കെ ഞാൻ കടക്കാം. പക്ഷേ മുസ്ലിമീങ്ങൾ അതിൻ്റെ താഴെ വന്ന് അതായത് ഇങ്ങനെയൊക്കെ കമന്റ് ഇടാനുള്ള കാരണം ഇതാണ്. ഒരു മാസം എല്ലാവരും നല്ല രീതിയിൽ വൃത്തിയിൽ ഇരിക്കുമ്പോൾ ജാസ്മിൻ മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയത്? അതാണ് കമന്റ് ബോക്സിൽ പറയുന്നത്. എനിക്ക് പറയാനുള്ളത്, ജാസ്മിൻ ഉള്ളത് ഇന്ത്യ രാജ്യത്താണ്. ഈ ഇന്ത്യ രാജ്യത്ത് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാനുള്ള എല്ലാവിധ അർഹതയും എല്ലാ പൗരന്മാർക്കുമുണ്ട്. അപ്പോൾ നമുക്ക് ജാസ്മിൻ എന്തുകൊണ്ട് ഇങ്ങനെ ജീവിക്കുന്നു അങ്ങനെ പറയാനുള്ള ഒരു അധികാരവുമില്ല. ജാസ്മിനും എനിക്കും നാളുകളിൽ വരുന്ന എല്ലാവർക്കും അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഇവിടെയുണ്ട്. അതായത് ജാസ്മിൻ ഗബ്രിയുടെ കൂടെ എന്തിനു പോകുന്നു ഈ റമളാൻ മാസത്തിൽ എന്ന് ചോദിക്കുന്ന ഒരു റൈറ്റ്സും ഒരാൾക്കുമില്ല. ജാസ്മിന് ബോധമുണ്ട്, അവൾ മുസ്ലിം ആണെന്നും അവൾക്ക്, അതായത് അവൾ മദ്രസ പഠിച്ചിട്ടുണ്ട് ഇൻഷാ അല്ലാഹ് പറയാനൊക്കെ ജാസ്മിൻ അറിയാം. ഞാൻ ബിഗ് ബോസിൽ ഇൻഷാ അല്ലാഹ് പറയുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് സ്വയം അറിയാം എങ്ങനെ ജീവിക്കണമെന്ന്. നമ്മൾ എന്തിന് കമന്റ് ബോക്സിലേക്ക് പോകണം? നിങ്ങൾ നല്ലൊരു മനുഷ്യരാണെങ്കിൽ, നിങ്ങൾക്ക് ഈ റമളാൻ മാസത്തിൽ നല്ല രീതിയിൽ ജീവിക്കണമെങ്കിൽ നിങ്ങൾ എന്തിന് ജാസ്മിന്റെ വീഡിയോ കാണാൻ പോകുന്നു? നിങ്ങൾ എന്തിനാണ് ജാസ്മിന്റെ കമന്റ് എഴുതാൻ പോകുന്നു? എന്തിന് ജാസ്മിന്റെ ഉപ്പൊക്കെ നിങ്ങൾ വിളിക്കുന്നു? അപ്പോൾ നിങ്ങൾ ജാസ്മിനെക്കാളും കൂടുതൽ തെറ്റ് നിങ്ങളല്ലേ ചെയ്യുന്നത്? നിങ്ങളൊരു നല്ലൊരു മുസ്ലിം ആണെങ്കിൽ നിങ്ങൾ എന്തിനാണ് ജാസ്മിന്റെ വീഡിയോ കാണുന്നത്? അവളുടെ ഈ മുടിയൊക്കെ കാണാൻ പറ്റും റമളാൻ മാസത്തിൽ? ഇല്ലല്ലോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, വിട്ടയക്കൂ. അതായത് എല്ലാവർക്കും അവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇന്ത്യ രാജ്യത്തിരിക്കുമ്പോൾ നമ്മൾ എന്തിന് അവരുടെ ജീവിതത്തിലേക്ക് നമ്മൾ പോകണം? നമ്മൾ സ്വയം എങ്ങനെയെന്ന് നമ്മൾ ഒരു 5 മിനിറ്റ് ചിന്തിച്ചാൽ പോരെ? അതായത് ഈ കമന്റ് ഇടുന്നവരോട് ഒരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് 5 വഖത്ത് നിസ്കാരമുണ്ടോ? നിങ്ങളുടെ മനസ്സെങ്ങനെയാണ്? നിങ്ങൾക്ക് ഈ ജാസ്മിൻ നടക്കുന്നത് പോലെ നടക്കാൻ പറ്റാത്തതിനാണോ നിങ്ങൾ ഇങ്ങനെ കമന്റ് ഇടുന്നത്? സത്യമാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ ജാസ്മിന്റെ ഈ ഒരു ഇൻസിഡന്റിൽ എനിക്ക് പറയാനുള്ളത്, ജാസ്മിന്റെ ഭാഗം ശരിയാണെന്ന്. അതായത് അവൾക്ക് അവളുടെ ജീവിതം എങ്ങനെ കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കുന്ന ജാസ്മിനാണ്, ചെറിയ കുട്ടിയല്ല. അവൾക്ക് അതിനുള്ള ബോധമുണ്ടാവും. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി പറയാനുള്ള ഒരു അർഹതയുമില്ല. ഇപ്പൊ ഞാൻ 5 വഖത്ത് നിസ്കരിക്കുന്നു, ഞാൻ ഇന്നലെ മദീനയിൽ പോയി, ഞാൻ ഇന്നലെ ഉംറ ചെയ്തു എന്നിപ്പോ ഇരിക്കട്ടെ. അപ്പോൾ ഒരാൾക്ക് പറഞ്ഞു, നീ എന്തിനാണ് മദീന പോകുന്നത്, നീ എന്തിനാണ് നിസ്കരിക്കുന്നത്, നീ എന്തിനാണ് മറ്റേ ചെയ്യുന്നത്, നീ ഇന്നലെ ഉംറക്ക് പോയി ഇന്ന് യൂട്യൂബിൽ നീ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നില്ലേ, അത് ഹറാമല്ലേ? അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ എൻ്റെ ഇഷ്ടമാണിത്.
എനിക്കിങ്ങനെ ചെയ്യാനാണ് ഇഷ്ടം. എനിക്ക് പറയാനുള്ളത്, അതായത് എല്ലാ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവരുടെ ഇഷ്ടത്തിന് ജീവിക്കുന്ന അർഹതയുണ്ട്. പക്ഷേ ഇസ്ലാം എന്ന് പറയുന്ന മതത്തിന് അതിൻ്റെതായ ഒരു വഴിയുണ്ട്. അത് ഫോളോ ചെയ്യുന്നവർക്ക് അത് ഫോളോ ചെയ്യാം, അത് ഫോളോ ചെയ്യാത്തവർക്ക് അത് ഫോളോ ചെയ്യാതിരിക്കാം. കാരണം അവരാണ് അതിൻ്റെ ഉത്തരവാദികൾ. നമ്മളൊന്നുമല്ല. ഇവിടെ മതം പഠിപ്പിക്കുന്നവരുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടി നമ്മൾ എങ്ങനെയാണ് നമ്മൾ സ്വയം നന്നാവുക, അതിനുശേഷം മറ്റുള്ളവരെ നന്നാക്കാൻ നോക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.